ഗവിയിൽ കഴിഞ്ഞ ദിവസം അങ്കണവാടി ജീവനക്കാരി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് 15 വർഷം മുൻപ് ഗവിയിൽ നിന്ന് കാണാതായ ഭൂലോകലക്ഷ്മിയെയാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഗവി ഏലത്തോട്ടത്തിലെ ക്ലർക്കായിരുന്നു ഭൂലോകലക്ഷ്മി. 2011 ഓഗസ്റ്റ് 13 രാത്രി ഭൂലോകലക്ഷ്മി ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷയായി. ഭർത്താവ് ദാനിയൽ കുട്ടിക്കും മക്കൾക്കുമൊപ്പം കൊച്ചുപമ്പയിലുള്ള KFDCയുടെ ക്വാർട്ടേഴ്സിലായിരുന്നു ഭൂലോകലക്ഷ്മിയുടെ താമസം. ഇവരെ കാണാതാകുമ്പോൾ ഭർത്താവും കുട്ടികളും സ്ഥലത്തില്ലായിരുന്നു. സംഭവം നടക്കുന്ന ദിവസം ജോലി കഴിഞ്ഞ് വൈകിട്ട് 6ഓടെ ഭൂലോകലക്ഷ്മി ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയതായി സമീപവാസികൾ പറഞ്ഞു. കുട്ടികളുമൊത്ത് നാട്ടിൽ പോയിരിക്കുകയായിരുന്ന ഭർത്താവിനോട് രാത്രി 8 വരെ ഭൂലോകലക്ഷ്മി മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഭർത്താവ് വിളിച്ചു, പക്ഷെ ഭൂലോകലക്ഷ്മി ഫോൺ എടുത്തില്ല. കുളിക്കുകയോ മറ്റോ ആകാം എന്ന് കരുതി കുറച്ചു സമയത്തിന് ശേഷം ദാനിയേൽ വീണ്ടും വിളിച്ചു. പിന്നീട് പലതവണ ഭൂലോകലക്ഷ്മിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ദാനിയേൽ തിരികെ എത്തിയപ്പോൾ ക്വാർട്ടേഴ്സ് പൂട്ടിയ നിലയിലായിരുന്നു. ജോലി സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അവിടെയും ഭൂലോകലക്ഷ്മി എത്തിയിട്ടില്ലെന്ന് വ്യക്തമായി. പിന്നീട് ഗവി, മീനാർ, കൊച്ചുപമ്പ മേഖലയിലുള്ളവർ കാടും മലയും അരിച്ചുപെറുക്കി പരിശോധന നടത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൂഴിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെങ്കിലും അതും വിഫലമായി. ഭൂലോകലക്ഷ്മിയെ കാണാതായ ദിവസം രാത്രി അവർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിന് സമീപം ഒരു വാഹനം വന്നിരുന്നതായി സമീപവാസികൾ പറയുന്നുണ്ട്. തെളിവായി ടയറുകളുടെ പാട് മണ്ണിൽ വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ കാറാണോ ജീപ്പാണോ എത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. പുറത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഗവിയിൽ എത്തണമെങ്കിൽ ചെക്ക് പോസ്റ്റ് കടക്കണം. എന്നാൽ ഇത് സംബന്ധിച്ച് ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഗവിയിലെ KFDC ഓഫീസിൽ ക്ലർക്കായിരുന്ന ഭൂലോകലക്ഷ്മിയെ കാണാതാകുമ്പോൾ അവരുടെ പ്രായം 44 വയസ്സായിരുന്നു. ആനയും കടുവയും കാട്ടുപോത്തും വിരഹിക്കുന്ന കൊടും വനമാണ് ഗവി, മീനാർ, കൊച്ചുപമ്പ മേഖല. KFDC ഉദ്യോഗസ്ഥരും വനപാലകരും KCB ജീവനക്കാരുമാണ് പുറത്തു നിന്നുള്ള താമസക്കാർ. ശ്രീലങ്കൻ വംശജരാണ് ഇവിടുത്തെ സ്ഥിര താമസക്കാർ. സംഭവം നടന്ന് 3 വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. പലരുടെയും വിരലടയാളം അടക്കമുള്ളവ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഭാര്യയെ ഒറ്റയ്ക്കാക്കി നാട്ടിലേക്ക് പോയതിൽ ദാനിയേൽ കുട്ടിയും സംശയത്തിന്റെ നിഴലിലായി. തുടർന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ദാനിയേലിന് ഭൂലോകലക്ഷ്മിയുടെ തിരോധാനത്തിൽ അറിവില്ലെന്ന് മനസ്സിലായി. എന്നാൽ സംഭവം കൊലപാതകമാണെങ്കിൽ കൃത്യത്തിന് പിന്നിൽ ആരാണെന്നത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയായിരുന്നു ദാനിയേൽ കുട്ടി. എന്നാൽ 2024 സെപ്റ്റംബറിൽ അദ്ദേഹം മരണപ്പെട്ടു. ഭൂലോകലക്ഷ്മി കൊല്ലപ്പെട്ടതാണോ അതല്ല എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം അവ്യക്തമാണ്. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ തിരോധാന കേസ് ഇപ്പോഴും തിരുവല്ല ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നുണ്ട്.